ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ചെറിയ കുട്ടി ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് ഫുൾ സെറ്റായി ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് 8 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അബീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഫാമിലീൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും അബിയും കൂടിയും പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. പുറപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷെ അതിലും വലിയൊരു ചടപ്പിലെ കാര്യം വേറെ ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പതുക്കെ ഇറങ്ങാം, വഴിയിൽ നിന്ന് അവർ ജോയിൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് ഡീസലൊക്കെ അടിക്കാണ്ടായിരുന്നു. ഞങ്ങളെ കാറിന് തലേദിവസം ചെറിയൊരു പണി കിട്ടി, അതിൻ്റെ ബെൽറ്റ് ഒന്ന് പൊട്ടി. അപ്പം പപ്പ കസിൻ്റെ കയ്യിൽ നിന്ന് കാറൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും അവരിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ 15 പേരുണ്ട് കേട്ടോ ടോട്ടൽ. ഞങ്ങളിവിടുന്ന് 5 പേരും, അമ്മയുടെ അച്ഛനും അമ്മയും, അമ്മയ്ക്ക് 2 ഏട്ടന്മാരാണ്, അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ 6 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അതാണ് ഇത്ര ലേറ്റ് ആവുന്നത്. വീക്കെൻഡ് ആയതിനെക്കൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പ്രത്യേകിച്ച് മഴയായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടാവുന്ന കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അടിവാരൊക്കെ എത്താനായപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ചുരം കയറാമെന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ഹൗസിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ വൈറ്റ് ഹൗസിലാണ് എല്ലാവരും ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വയനാട്ടിൽ പോകുന്നവർക്കൊക്കെ അറിയാം, വൈറ്റ് ഹൗസ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ. അവിടുത്തെ ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും പപ്പയും കൂടി അവിടെ ഉള്ളൊരു വയനാട് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് കയറി. അമ്മയ്ക്ക് ചെറിയൊരു മിറർ മേടിക്കാനാണ് കയറിയത്. അപ്പോൾ അവിടെ ചെറുതില്ല, എത്ര വലുതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെടുത്തു. ആ സമയത്താട്ടോ ഇങ്ങനെയുള്ളൊരു ഫാൻ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ നോക്കി. അവിടെ സ്ലൈമൊക്കെ ഉണ്ടായിരുന്നു. പൂജയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലൈം. അങ്ങനെ ഞങ്ങൾ മിററൊക്കെ മേടിച്ചു. അവിടുന്ന് പിന്നെയും റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആ സമയത്താട്ടോ അബി അവിടെ ഇരുന്ന് ബോറടിച്ച് ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും എത്തിയിട്ടോ, ഫുൾ ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ലൈറ്റായിട്ട് കഴിച്ചതാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായി. അപ്പം അവിടെ നിന്ന് അവിടെ എന്തായാലും നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പം ഓർഡർ ചെയ്തു, ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആട്ടോ ഫിഷ് കറി, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമിലാട്ടോ അവർ ഫുഡൊക്കെ കൊണ്ടു തന്നത്. അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പം വയനാട്ടിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് എന്തായാലും ഫുഡ് കഴിക്കും. നല്ല ഫുഡാട്ടോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടി കാറിലൊക്കെ കയറി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എപ്പം ചുരത്തിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് പേടിയാട്ടോ. ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ വൺ ഡേ ട്രിപ്പ് ആയാലും എവിടെ പോവുകയാണെങ്കിലും, ഇപ്പോൾ ഒരു വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിലാണ് പോവാറ്. എന്നാൽ കൂടി എപ്പം പോകുമ്പോൾ ചുരം കയറുമ്പോൾ ഒരു പേടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അവിടെ 9 വളവുകളുണ്ട്. ചിലതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വളവാണ്. അതൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും വയനാട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര വേറെ തന്നെ ഒരു ഫീലാണ്. നല്ല തണുപ്പും എന്താ പറയുക, കോടയും മഴയൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്. അപ്പം ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ സമയത്തൊന്നും കോടയൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ടൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല ബ്ലോക്കായിരിക്കുന്നു. പക്ഷെ ബ്ലോക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ചുരത്തിലൊക്കെ. പക്ഷെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല മഴ പെയ്തു കേട്ടോ. ഈ മഴ പെയ്താൽ നല്ല കോട ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മേലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല കോട വന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. ഈ സമയത്തൊക്കെ വയനാട് ചുരം കയറുമ്പോൾ നല്ലൊരു വൈബാണ്. കാരണം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പാറേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വെള്ളം വീഴുന്ന ഒച്ചയും അതേപോലെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ താഴത്തേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഫുൾ കോട വന്ന് മൂടി കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ, ഫുള്ള് മഞ്ഞായിരുന്നു. ഈ ഇരുടൊക്കെ പിടിച്ചിട്ട് ഫുൾ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ.
ഞങ്ങൾ താമരശ്ശേരി ചുരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയനാട്ടിലെത്തി. അങ്ങനെ വയനാട്ടിൽ സ്റ്റാർട്ടിങ് കയറിയ പാടന്നെ അവിടെ ഒരു മരത്തിൽ ചങ്ങലിട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരുപാട് പേര്. കരിന്തണ്ടൻ്റെ മരമായിട്ടാട്ടോ അത് അറിയപ്പെടുന്നത്. അവിടെ ഇറങ്ങി അവിടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു 10 രൂപയോ കോയിനോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ ചുരം കയറിയിട്ട് എവിടെയെങ്കിലും പോവാറുള്ളത്. ഇതിനൊരു ചെറിയ കഥ ഉണ്ട്. ഇത് ഐതിഹ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് കേൾവിയുള്ളൊരു ചെറിയൊരു കഥയാട്ടോ. വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ആൾ. ഇങ്ങനെയാണ് താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചതെന്നും ബ്രിട്ടീഷുകാർ ഇങ്ങനെ ചുരമൊക്കെ കണ്ടുപിടിച്ച് സഹായിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ കൊലപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അതിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആ മരത്തിൽ തളച്ചു ചങ്ങലക്കിട്ടു എന്നൊക്കെ ആട്ടോ ഒരു കഥ പറയുന്നത്. ഇതിനൊക്കെ ശരിക്കുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കേൾവിയുള്ളൊരു കഥ ഇതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്കാണ്, മേപ്പാടിയിലില്ലേ. അപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് അടുത്തതിൽ വരും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുതേ.